ഏവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വൈനാണ് ഇടാൻ പോകുന്നത്. ഈ വൈൻ പല സൈസ് വൈനുകളുണ്ട്. നെല്ലിക്കായുടെ വൈനുണ്ട്, മുന്തിരിങ്ങ വൈനുണ്ട്, പിന്നെ കൈതച്ചക്കയുടെ വൈനുണ്ട്, ചാമ്പങ്ങ. ഇവിടെ ഒരു വലിയ ചാമ്പോരം ഉണ്ടായിരുന്നു കേട്ടോ. എന്നും ഇവിടെ ആയിരുന്നു പണി. ഇവിടെ വന്ന് പറിച്ചോണ്ട് പോകും വൈനിടാനൊക്കെ ഉണ്ട്. അതുപോലെ ചാമ്പങ്ങയായിരുന്നു. ആ ചാമ്പമരം ഞങ്ങൾ വെട്ടിക്കളയും. ചാമ്പങ്ങ കൊണ്ട് ഞങ്ങൾ ആദ്യം അച്ചാറുണ്ടാക്കും, വൈനുണ്ടാക്കും. ചാമ്പങ്ങ കളയാറില്ലായിരുന്നു. നമ്മളൊരു നെല്ലിക്ക കൊണ്ടൊരു വൈനാണ്. ഒരു കൊട്ട നെല്ലിക്ക അങ്ങനെ ഞാൻ വാങ്ങിച്ച് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ നെല്ലിക്ക വൈൻ ഉണ്ടാക്കുന്നതിന്റെ ഒരു കാര്യം പറയാം. നിങ്ങൾ പലപ്പോഴും പല വീഡിയോസിലും നെല്ലിക്ക വൈൻ ഉണ്ടാക്കണ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? പക്ഷെ ഈ നെല്ലിക്ക വൈൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട്, പക്ഷേങ്കിൽ വളരെ വെറൈറ്റി ആയിട്ട്, നല്ല സെറ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന ഒരു വൈൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞങ്ങൾ കാണിക്കുന്നത്. ഈ ഒരു കൊട്ട നെല്ലിക്ക ഉപയോഗിച്ച് ഞങ്ങൾ അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അല്ലെ? അപ്പൊ ഈ നെല്ലിക്കയ്ക്ക് ഒത്തിരി ഗുണമുണ്ട്. അതിനെക്കുറിച്ച് ഒന്നും നമ്മൾ പറയുന്നില്ല അല്ലേ? ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ലതാണ്. പക്ഷെ വൈനാകുമ്പോൾ അതിൻ്റെ അകത്ത് ഷുഗർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് ഒന്നില്ലെങ്കിൽ നമ്മൾ ശർക്കര ഇറക്കണം, അല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര ഇറക്കണം അല്ലെ? അപ്പൊ അതുകൊണ്ട് അത്ര ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അല്ലാത്ത ആളുകൾക്കൊക്കെ നല്ലതാണ്. ഇനി ഷുഗർ ഉള്ള ആളുകൾക്ക് നെല്ലിക്ക കൊണ്ട് ജ്യൂസ് അടിച്ചു കുടിക്കാം കേട്ടോ. മധുരം ഒന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന ഒരു ജ്യൂസിന്റെ റെസിപ്പി ഉണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം കാണിക്കാം. പിന്നെ നെല്ലിക്ക നമ്മൾ കറുപ്പിച്ചെടുത്ത് നമ്മൾ കഴിക്കാറുണ്ട്. അതും നമ്മളിവിടെ ഉണ്ടാക്കാറുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പൊ ഈ വീഡിയോസ് ഒക്കെ കിട്ടാനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം ഒക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ നെല്ലിക്ക വൈൻ ഉണ്ടാക്കാം അല്ലെ? അപ്പൊ നമ്മളിത് നെല്ലിക്ക വൈൻ ഉണ്ടാക്കാനായിട്ട് എന്റെ കയ്യിലിരിക്കുന്ന നെല്ലിക്കയുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അമ്മ കുറെ പണി ഉച്ചയ്ക്കൊക്കെ പണിത് വെച്ചിരിക്കുന്നതാണ് അല്ലെ? എന്തൊക്കെയാണ്? നല്ല വൃത്തിയായിട്ട് കഴുകി പറക്കി വെച്ചതാണ്. വെള്ളം തോർത്തി പിന്നെ ഒന്ന് തുടച്ച് നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുള്ള നെല്ലിക്കയാണ് ഇത്. പിന്നെ വൈൻ ഇടുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ കൈ ഒക്കെ നല്ല വൃത്തിയായിരിക്കണം അല്ലെ? നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. അത് മറ്റൊരു കാര്യം. അപ്പൊ അത് നന്നായിട്ട് ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ കൊട്ടയൊക്കെ നമ്മള് കഴുകി ഉണങ്ങിയ കൊട്ട, പിന്നെ നെല്ലിക്ക കഴുകി ഉണങ്ങിയല്ല തോർത്തി എടുത്തിട്ടുള്ള നെല്ലിക്കയാണ് കേട്ടോ. അപ്പൊ നമുക്കൊരു കാര്യം, നെല്ലിക്ക നമ്മളിവിടെ മാറ്റി വെക്കാം. ഇനി ആദ്യം തന്നെ നമ്മൾ നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. അപ്പൊ ആദ്യം തന്നെ നെല്ലിക്ക വൈൻ ഇടുന്നതിന് മുമ്പ് നമ്മളുടെ അനതാരികളൊക്കെ ഒന്ന് കാണിക്കാം അല്ലെ? അപ്പൊ നമ്മള് നെല്ലിക്ക വൈൻ ഇട്ടാൻ പോകുന്നത് നമ്മളുടെ ഈ ഒരു ഭരണിക്കകത്താണ്, ഈ വലിയ ഭരണിക്കകത്താണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭരണി നമ്മൾ നന്നായിട്ട് ഉച്ചയ്ക്ക് വാഷ് ചെയ്ത് വെയിലത്ത് വെച്ച് അല്ലെ, ചൂടുവെള്ളം ഒഴിച്ച് കഴുകി അതിനുശേഷം വെയിലത്ത് വെച്ച് നന്നായിട്ട് തോർത്തി ഉണങ്ങി അല്ലെ, അങ്ങനെയുള്ള ഒരു ഭരണിയാണിത്. മരത്തവി വേണം ഇതിന്. മരത്തവി, ഇതിപ്പോ നമ്മുടെ ചിരട്ടത്തവിയാണ്. ഇതാണെങ്കിലും ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. തവി വേണം. അപ്പൊ അതും റെഡിയാണ്. അപ്പൊ ഇതോടെ മാറ്റി വെക്കട്ടെ. പിന്നെ ഇനി ഗ്ലാസ് ജാറിൽ നമുക്ക് ഉണ്ടാക്കാം, പക്ഷേങ്കിൽ നമുക്ക് വിശ്വസിച്ചൊഴിക്കാൻ പറ്റത്തില്ല. കാരണം ഇതിന്റെ ഇതൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് ചിലപ്പോൾ പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് ഗ്ലാസ് ജാർ ആകുമ്പോൾ. അതുകൊണ്ട് നമുക്ക് ഭരണി തന്നെയാണ് ബെസ്റ്റ്. പിന്നെ നമ്മളിത് നമ്മുടെ നെല്ലിക്കയുടെ വെയിറ്റിനനുസരിച്ച് വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുള്ള പഞ്ചസാരയാണ്, ഷുഗർ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇതിന്റെ അകത്തേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം വേണം. അപ്പൊ എല്ലാം ഞാനിങ്ങനെ ഇത്രയൊക്കെ സാധനങ്ങളൊക്കെ ഇതിന് അടുപ്പിച്ച് വെച്ചിട്ട് വേണം നമുക്ക് നെല്ലിക്ക വൈൻ ഉണ്ടാക്കി തുടങ്ങാനായിട്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ പറയാം നമുക്ക്. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് പെട്ടെന്ന് നമുക്കൊന്ന് കാണാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ നെല്ലിക്ക വൈൻ വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഫുള്ളായിട്ട് ഇടാം. അതല്ല കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടുന്നതുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നൈഫ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടൊക്കെ ഒന്ന് വെറുതെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെസ്റ്റ് റിസൾട്ട് കിട്ടും അങ്ങനെയാണെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നെല്ലിക്ക വൈൻ ഉണ്ടാക്കാനായിട്ട് പോകാം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ നെല്ലിക്ക മുറിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ മുറിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ഇങ്ങനെ കട്ട് ചെയ്ത് കളയൊന്നും വേണ്ട, ഒന്ന് വരഞ്ഞു കൊടുക്കുവാണ് കേട്ടോ. അതെങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളുടെ കത്തിക്ക് ജസ്റ്റ് ഒരെണ്ണം കാണിച്ചാൽ ഇങ്ങനെ പൊട്ടിക്കുക. പക്ഷെ അടത്തിയെടുക്കുന്നില്ല, ഇങ്ങനെ ഒന്ന് പൊട്ടിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതിന്റെ ഒരു കണ്ടന്റ് ഒക്കെ നന്നായിട്ട് ഇറങ്ങാനൊക്കെ വേണ്ടിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് വരഞ്ഞു കൊടുക്കണ പോലെ എല്ലായിടത്തും. അപ്പൊ കുരുവൊക്കെ പക്ഷെ അതിന്റെ അകത്ത് ഉണ്ട് കേട്ടോ. നമ്മളിത് കുറച്ച് സംഭവങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്താന്ന് വെച്ചാൽ പട്ടയാണ് കേട്ടോ. ഇത്രയും പട്ട എടുത്തിട്ടുണ്ട്, ഒരു 6-7 ഏലക്ക എടുത്തിട്ടുണ്ട്, ഇതൊരു 4-5 എണ്ണം ഉള്ളൂ കേട്ടോ. ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഒത്തിരി അതിന്റെ ഒരു ടേസ്റ്റ് വേണ്ട എന്നുള്ളതുകൊണ്ടാണ് വളരെ കുറച്ചെടുത്തിരിക്കുന്നത്. നമ്മൾ നെല്ലിക്ക എടുത്തിട്ടുള്ളത് 3 കിലോ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിത് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ 1 കിലോയ്ക്ക് 1.5 ലിറ്റർ വെള്ളം വീതം നമ്മൾ 3 കിലോ നെല്ലിക്കയ്ക്ക് നമുക്ക് 4.5 ലിറ്റർ വെള്ളം നമ്മൾ അടുപ്പ് വെച്ച് തിളപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത് നന്നായിട്ട് കുടുകൂടാ തിളക്കണം കേട്ടോ വെള്ളം.
അപ്പൊ അതിന്റെ അകത്തേക്ക് നമ്മളിത് ഈ സംഭവങ്ങളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഈ വെള്ളത്തിന്റെ അകത്തേക്ക്. ഇനി നമ്മൾ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാര നമ്മൾ 1 കിലോയ്ക്ക് നമ്മൾ ഒരു 600 ഗ്രാം വീതമാണ് ചേർക്കുന്നത്. അപ്പൊ 3 കിലോ ആകുമ്പോഴത്തേക്കും നമ്മളൊരു 2 കിലോ ഇല്ല പഞ്ചസാര 1,800 പഞ്ചസാരയാണ് നമ്മൾ അളന്ന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് മധുരം വേണം എന്നുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര വേണമെങ്കിൽ ഒരു 700 ഗ്രാം ഒക്കെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി എന്താ ചെയ്യണമെന്നറിയാം, നമ്മൾ ഈ ഒരു 4.5 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ഈ പഞ്ചസാരയും ഈ പട്ട ഗ്രാമ്പൂ ഏലക്കായും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ അകത്ത് നന്നായിട്ട് ഇതിന്റെ അകത്ത് അലിഞ്ഞു ചേരണം. അതോടൊപ്പം തന്നെ വെള്ളം നന്നായിട്ട് തിളയ്ക്കുകയും നെല്ലിക്ക നമുക്ക് ഈ ഭരണിക്കകത്തോട്ട് പറക്കിയിടാം. നെല്ലിക്ക എല്ലാം ജസ്റ്റ് വെറുതെ അങ്ങിട്ട് കൊടുത്താൽ മതി ഭരണിക്കകത്തേക്ക് അല്ലേ. അപ്പൊ നമ്മുടെ നെല്ലിക്ക ഒക്കെ നമ്മൾ ഭരണിക്കകത്തിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. വെള്ളം കാണിച്ചു തരാവേ. നെല്ലിക്ക മുറിച്ച നെല്ലിക്കയാണ് കേട്ടോ. ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് ഭരണിക്കകത്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പഞ്ചസാരയും കറുകപ്പട്ടയും എല്ലാം ഇട്ട് വെള്ളം തിളപ്പിച്ച് എല്ലാം ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. ആ വെള്ളം തിളച്ചത് കൊണ്ട് ഒഴിച്ച് ഇതിനകത്ത് നമ്മൾ ഒഴിക്കും. ഇപ്പൊ തന്നെ ഒഴിച്ച് നമ്മളിപ്പം മൂടി കെട്ടത്തില്ല. ഈ വെള്ളം നന്നായിട്ട് തണുക്കണം. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴേ നമ്മൾ അടച്ചു കെട്ടി വെക്കുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇനി ഇതിനകത്ത് കുറച്ച് സാധനം ചേർക്കാനുണ്ട്. നാളെ, അതായത് നാളെ നമ്മൾ ഇത് ഇന്നിരുന്ന് കഴിഞ്ഞിട്ട് ഇതിന്റെ തണുപ്പ് നന്നായിട്ട് തണുക്കൂല, ചൂടെല്ലാം മാറിയതിനു ശേഷം നാളെ നമ്മൾ ഇതിന്റെ അകത്തേക്ക് കുറച്ച് സംഭവങ്ങളും കൂടെ ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ എല്ലാ ദിവസവും എടുത്ത് ഇളക്കും അല്ലെ. ഒരു 20-25 ദിവസം എത്ര നാളിരുന്നാലും കുഴപ്പമില്ല. നമുക്ക് എങ്ങനെ പോയാലും ഒരു 20 to 25 ദിവസം നമ്മൾ ഇത് വെച്ച് ഒരേ ഡയറക്ഷനിൽ ഇളക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ വൈനാക്കി മാറ്റുന്നത്. അപ്പൊ ഇന്നൊരു കാര്യം നമുക്ക് നേരെ വെള്ളം എടുത്ത് ഒഴിക്കുക. വെള്ളം ഇതിനകത്ത് ഒഴിച്ച് കറക്റ്റ് ചെയ്ത് വെക്കാം. ചൂടുവെള്ളം അതിനകത്തോട് മുക്കി ഇങ്ങനെ ഒഴിക്കുവാണ്. അപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ച് നേരൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പൊ ഇനി ഇതിങ്ങനെ തന്നെ അങ്ങ് വെച്ചേക്ക് നമ്മളൊന്ന് അടച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചിപ്പോ വെക്കുള്ളൂ. നാളെയാണ് നമ്മൾ മൂടിക്കെട്ടി. നാളെ മീൻസ് ഇന്ന് മൊത്തം ചൂടും ആറി കഴിയുമ്പോഴും നമ്മൾ അടച്ചു വെക്കും അല്ലെ. പിന്നെ നാളെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സാധനം കൂടെ ഒക്കെ ചേർക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ. എന്നിട്ടാണ് നമ്മളുടെ സെറ്റപ്പ് വൈൻ നമുക്ക് റെഡിയാക്കി എടുക്കാം അല്ലെ. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങള് ലൈക്ക് ചെയ്യാൻ കമന്റ് നിങ്ങൾ മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമ്മുടെ വൈൻ ഇന്നലെയാണ് നമ്മൾ ഇട്ടായിട്ട് അന്നേരം നമ്മൾ ഇത് കെട്ടി വെച്ചേക്കുമായിരുന്നു. അപ്പൊ നമ്മൾ ഇനി അത് 2 കൂട്ടം സാധനം കൂടെ ചേർക്കാൻ നമ്മൾ കെട്ടൊന്ന് അടിക്കാം. നമുക്ക് കെട്ട് മാത്രല്ല കേട്ടോ, അതെ ഞാൻ അതെ തുണി കൊണ്ട് ഇത് ഇങ്ങനെയും കൂടി ഒന്ന് ടൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചരടൊക്കെ ഇട്ടിട്ടാണ് കയറൊക്കെ ഇട്ടിട്ടാണ് ശരിക്കും ഭരണി ഒന്ന് ടൈറ്റ് ചെയ്യാറുണ്ട് ആളുകള്. പക്ഷെ ഞാൻ അത് കയറില്ലാത്തത് കൊണ്ട് ഇത് ഇങ്ങനെ നമ്മുടെ തുണി കൊണ്ട് തന്നെ ഇങ്ങനെ നല്ല കഴുകി വൃത്തിയാക്കിയ ഒരു ഇത് കൈലിയായിരുന്നു അല്ലെ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് മാറ്റി വെക്കുകയൊക്കെ ചെയ്യണം അല്ലെ. ഇപ്പൊ തന്നെ ഇങ്ങനെ ഒരു പേപ്പർ ഇത് ഒരു തുണിയുടെ മുകളിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ അല്ലെങ്കിൽ ഇത് വെയിറ്റ് കൂടുതലുണ്ട്, വലിയ ഭരണി ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്തേക്കണേ. അപ്പൊ നമ്മളുടെ വൈൻ ഒന്ന് കാണാം കേട്ടോ. അപ്പൊ ഇന്നലെ നമ്മൾ ഇട്ടു. ഇതാണ് നമ്മളുടെ വൈൻ്റെ അവസ്ഥ. ഇപ്പൊ ഇങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ഇന്നലെ രാത്രി ഇട്ടു, ഇന്ന് രാത്രി നമ്മൾ എടുക്കാൻ പോവാണ്. എടുത്ത് എന്തിനാ വെച്ചാൽ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈൻ കുടിക്കാൻ എടുക്കുമല്ല കേട്ടോ, മറിച്ച് നമ്മൾ കുറച്ച് സാധനം ചേർക്കാൻ വേണ്ടി പോവാണ്. എന്തൊക്കെയാ ചേർക്കുന്നത്? ഗോതമ്പും അതോടൊപ്പം തന്നെ ഈസ്റ്റും കൂടെ ചേർക്കാൻ പോവാണ്. ഗോതമ്പ് നിങ്ങൾക്ക് ഒന്നിരിക്കും. ഇപ്പൊ നമ്മൾ വെറുതെ അങ്ങ് ഇടുവാണ് ചെയ്യുന്നത് ഗോതമ്പ്. അല്ലെങ്കിൽ ചിലർ ഇത് തുണിക്കകത്ത് കെട്ടിയിടും അല്ലെ. അപ്പൊ നമുക്കിത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് വേണമെങ്കിൽ കിഴി കെട്ടി അല്ലെ, കിഴി കെട്ടി വേണമെങ്കിൽ ഇടാം. ഇനി ഈസ്റ്റ്. അപ്പൊ ഈസ്റ്റ് നമ്മളിപ്പോ ഇത് നമ്മളൊരു 3 ടീസ്പൂൺ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ടേബിൾ സ്പൂൺ അല്ല, 3 ടീസ്പൂൺ അത്രയാണ് ഈസ്റ്റ് ചേർക്കുന്നത്. അപ്പൊ ഇതും കൂടി ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കുവാണ് കേട്ടോ. ഇന്ന് രാത്രി തന്നെ ഇളക്കി. ഇനി എല്ലാ ദിവസവും നമ്മളിത് ഇങ്ങനെ ഇളക്കി കൊടുക്കും. അപ്പൊ നമ്മൾ അലൂമിനിയം തവി കൊണ്ടൊന്നും ഇളക്കരുത്. നമ്മൾ നല്ല മരത്തവി വേണം ഇതിനെ ഇളക്കാനൊക്കെ ഉണ്ടൊക്കെ. ഈ ഒരു തവിയെ എടുക്കാവുള്ളൂ, വേറെ തവിയൊന്നും മാറി ഇടരുത്. ഇപ്പൊ തന്നെ നമ്മൾ തവി കഴുകി വെക്കും. വെള്ളമയം പിന്നെ വെള്ളം തോർന്നിരിക്കുമ്പോ പിന്നെ കഴുകാതെ കൊണ്ടാണ് നമ്മൾ ഇത് ഇളക്കാനൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ വെള്ളത്തിന്റെ മയം ഒരിക്കലും ഇതിനകത്ത് വരരുത്. അടപ്പ് വെച്ച് അടയ്ക്കും. അതോടൊപ്പം തന്നെ വൃത്തിയുള്ള ഒരു കോട്ടൺ തുണിയും കൂടെ വെച്ച് അടച്ച് കെട്ടി നമ്മൾ വെക്കും. ഇപ്പൊ നമ്മളിപ്പോ ഇത്രയുള്ളൂ. ഇനി നമ്മളിത് എടുക്കുമ്പോഴേ
അരിക്കുന്നതൊക്കെ അല്ലെ, അരിക്കുന്നത് നമ്മൾ പിന്നീട് അത് ഇത് ചെയ്യുന്നതൊക്കെ വൈൻ്റെ ലാസ്റ്റ് പിന്നെ നമ്മൾ 25 ദിവസം കഴിയണ്ട അല്ലേ. അപ്പൊ നമ്മുടെ വൈൻ ഇട്ടിട്ട് നമ്മൾ ഇന്ന് 25ാമത്തെ ദിവസമായി നമ്മളിത് ഭരണിക്കകത്ത് ഇങ്ങനെ അടച്ചു കെട്ടി വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ഈ ഭരണി ഒന്ന് അഴിക്കാം, ഇത് എങ്ങനെ അഴിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ എന്നും നമ്മൾ ഇളക്കിയൊക്കെ വെക്കുമായിരുന്നു കേട്ടോ. അഴിച്ചയച്ച് നമ്മൾ ഇളക്കി വെക്കും, പിന്നെ നമ്മൾ ബോഡി കെട്ടി വെക്കും. അപ്പൊ നമ്മളിങ്ങനെ ഇന്ന് 25ാമത്തെ ദിവസമാണ്. ഇനി നമ്മളിത് ഇതുപോലെയുള്ള ഒരു അരിപ്പയ്ക്കകത്തേക്കാണ് നമ്മളുടെ ഈ ഒരു വൈൻ നമ്മൾ അരിച്ചൊഴിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം അരിക്കാൻ നമ്മുടെ ഭരണിയിൽ ഒഴിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ ആദ്യം ഒരു പാത്രത്തിലേക്കൊക്കെ നമ്മൾ മാറ്റിയിട്ടാണ് കേട്ടോ നമ്മൾ ഒഴിച്ചെടുക്കുന്നത്. ഇത് അങ്ങനെ നമ്മളിത് അരിച്ചെടുത്തിട്ടുള്ള നമ്മളുടെ ആ ഒരു വൈൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇരിക്കണേ. അപ്പൊ ഇനി നമ്മളിത് കുപ്പിക്കകത്ത് ഒഴിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനെ ഇരുന്നിരുന്ന് നല്ല ക്ലിയർ ആകും അല്ലെ, വെള്ള നിറത്തിലേക്ക് നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ നെല്ലിക്ക വൈൻ അതുകൊണ്ട് നല്ല പ്യുവർ വൈറ്റിലേക്ക് മാറത്തില്ല, പക്ഷെ ഒരു കുറച്ചും കൂടി ഒന്ന് തെളിയും ഇനി ഇത് അല്ലേ. നമ്മുടെ ഈ ഒരു വൈൻ ഉണ്ടല്ലോ നമ്മൾ ഇതുപോലുള്ള കുപ്പികൾക്കകത്തേക്കാണ് ഒഴിച്ചു വെക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിപ്പോ നമ്മുടെ ഈ വൈൻ ബോട്ടിലൊക്കെ പോലുള്ള ഒരു ബോട്ടിൽ നമ്മൾ വാങ്ങിച്ചിട്ട് ഇതിന്റെ അകത്ത് ഒഴിച്ചു വെക്കുന്നതാണ്. പക്ഷെ നോർമലി നമ്മൾ ഇങ്ങനെയുള്ള ബോട്ടിലല്ല, നമ്മുടെ കളർ ആയിട്ടുള്ള അല്ലെ ബിയർ ബോട്ടിലൊക്കെ കിട്ടൂല നമ്മുടെ, അങ്ങനത്തെ അതിൻ്റെ അകത്താണ് നമ്മൾ ഒഴിച്ചു വെക്കുന്നത്. അപ്പോൾ അതിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അത് വീണ്ടും നമ്മൾ ഊറ്റി എടുത്ത് ക്ലിയർ ആക്കും അല്ലെ, മട്ടടിയുമ്പോഴത്തേക്കും എടുത്ത് വെക്കും. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു ബോട്ടിലിന്റെ അകത്തേക്ക് ഇതൊന്ന് ഒഴിച്ചു വെക്കാം അല്ലെ. ഒരു ചോർപ്പ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കുറച്ചും കൂടെ അല്ലേ. അപ്പൊ ഇങ്ങനെ ഒഴിച്ചു വെച്ചിട്ട് പിന്നെ അനക്കാണ്ട് അങ്ങ് വെച്ചേക്കും അടിയും. അപ്പൊ നമ്മുടെ വൈൻ ഇങ്ങനെ നമ്മൾ ഇതേ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് അനക്കാതെ കുറെ ദിവസം കൊണ്ട് നമ്മളിങ്ങനെ വെച്ചേക്കും. അപ്പൊ ഇതിന്റെ അടിയിൽ ഇങ്ങനെ ഊറി വരും. അപ്പൊ നമ്മൾ വീണ്ടും ഇത് ഊറ്റിയെടുക്കും. അപ്പൊ അങ്ങനെ കുറച്ച് ദിവസം നമ്മൾ മട്ടുകൂറ്റിയെടുക്കും. മട്ടുകൂറ്റി കളയും നമ്മൾ തെളിയാണ് എടുക്കുന്നത്. അപ്പൊ നമ്മുടെ വൈൻ അങ്ങനെ നെല്ലിക്ക വൈൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നെല്ലിക്ക വൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം നിങ്ങൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് പോരാ, നിങ്ങൾ ഉണ്ടാക്കണം. ഇതിപ്പോ നെല്ലിക്കയ്ക്ക് വിലക്കുറവുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വാങ്ങിച്ച് വൈൻ ഇടുക. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്കും കമന്റും ചെയ്യുക ഉടൻ തന്നെ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക അല്ലെ, അങ്ങനെ നമ്മളുടെ കൂടെ നിൽക്കുക അല്ലെ. അപ്പൊ നമ്മൾക്ക് ഇതുപോലെ തന്നെ നമുക്ക് മുന്തിരിങ്ങായും പൈനാപ്പിളും ഒക്കെ നമുക്ക് വൈൻ, പിന്നെ നമ്മളുടെ ചാമ്പങ്ങായും ഒക്കെ നമുക്ക് വൈനായിട്ടിടാം. ഇഞ്ചി വൈനായിട്ടിടാം. ഇഞ്ചി വൈനും ചാമ്പങ്ങ വൈൻ്റെ ഒക്കെ കളറ്, പൈനാപ്പിൾ വൈൻ്റെ ഒക്കെ കളർ ഈ ഒരു കളറിലാണ് വരുന്നത് അല്ലെ. അപ്പൊ ഇനി ഇച്ചിരി ക്ലിയർ ആകും. അപ്പൊ ആ ക്ലിയർ ആകാൻ വരെ നിൽക്കുന്നില്ല. നമ്മൾ ക്ലിയർ ആകണമെമ്പോഴത്തേക്ക് നമ്മുടെ നെല്ലിക്കയുടെ സീസണും കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഉണ്ടാക്കുക, വൈൻ ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കുക അല്ലെ. അപ്പൊ വീണ്ടും അടുത്തൊരു വീഡിയോ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.